നാശപ്പറവകൾ വിതയ്ക്കുന്നില്ല. പ്രഭാത വചനത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. മനോഹരമായ ഒരു കർത്തൃദിനത്തിന്റെ അനുഗ്രഹീത നിമിഷങ്ങളിലേക്ക് സ്വർഗം നമ്മെ ആനയിക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വീണ്ടും അനുഗ്രഹീതമായ ഒരു കർത്തൃദിനത്തിന്റെ പ്രഭാതകാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനാഭിഷേകത്തിലായിരിക്കാൻ സ്വർഗം നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗത്ത് പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി തരുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാകരമായ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 31 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഒരു പക്ഷേ ധാരാളം ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമായിരിക്കുന്നത്. ശമരിയാക്കാരിയായ സ്ത്രീ യേശുവുമായിട്ടുള്ള സംവാദത്തിന് ശേഷം അവൾ തൻ്റെ പട്ടണത്തിലേക്ക് കടന്നു ചെന്ന് അവൾ കണ്ടെത്തിയ ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നു. അങ്ങനെ ശമരിയാക്കാരി സ്ത്രീയുടെ വാക്ക് കേട്ട് നമ്മുടെ കർത്താവിനെ വളരെ വലിയൊരു ജനക്കൂട്ടം സമീപിക്കുകയാണ്. അങ്ങനെ ആളുകൾ കാണുവാനായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് പറയുകയാണ്, ഗുരു ഭക്ഷിച്ചാലും. ഉടനെ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്ക് ആഹരിപ്പാനുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ആഹാരം എനിക്ക് ഭക്ഷിപ്പാനുണ്ട് എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. കർത്താവ് പറയുന്നിടത്തെല്ലാം മർമ്മപ്രധാനമായ ധാരാളം സംഗതികൾ ചേർന്നിട്ടുണ്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറയുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠമായ വാക്കുകൾ നമുക്ക് ഓർക്കാം. അതുകൊണ്ട് കേവലം അപ്പം മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ടും ആഹരിച്ച് ജീവിപ്പാൻ മനുഷ്യന് കഴിയുമെന്ന് നമ്മുടെ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ശിഷ്യന്മാർ കരുതിയത് മറ്റാരെങ്കിലും യേശുവിന് ഭക്ഷിപ്പാൻ ആഹാരം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടാകുമെന്നാണ്. അവർ തികച്ചും ആക്ഷരികമായിട്ടാണ് കർത്താവിൻ്റെ വാക്കുകളെ എടുക്കുന്നത്. എന്നാൽ ആന്തരികമായ മർമ്മം ഉൾച്ചേർത്തുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുന്നതൊക്കെ. നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്ക് ഭക്ഷിപ്പാനുണ്ടെന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ സമൃദ്ധിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ ഭൗതികമായ അപ്പത്തിനപ്പുറത്ത് നിത്യജീവന്റെ പ്രസക്തിയെക്കുറിച്ചുമുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. വചനം കൊണ്ടും ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചുള്ള സന്തോഷകരമായ ഒരു സൂചന കൂടി നമുക്കിവിടെ കിട്ടുകയാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ദൈവരാജ്യത്തിന് അനുകൂലമായി വളരുവാൻ, ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുകയും നമ്മളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മിഷണറി പ്രവർത്തകനായിരുന്നു അസാറി. അസാറിയെക്കുറിച്ച് അറിയാത്തവർ ആരും തന്നെ കാണില്ല. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കാലത്ത് അദ്ദേഹം ആപ്തവാക്യമായി സ്വീകരിച്ചത് എവരി ക്രിസ്ത്യൻ എ വിറ്റ്നസ് എന്നുള്ളതാണ്. എല്ലാ ക്രിസ്ത്യാനികളും സത്യത്തിൽ ദൈവരാജ്യത്തിൻ്റെ ഓരോ സാക്ഷികളാണ്. അതിൻ്റെ അർത്ഥം ദൈവരാജ്യത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും സുവിശേഷത്തിന് സാക്ഷികളാവുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റങ്ങളിലും സമീപനങ്ങളിലും ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളായി നിലനിൽക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. നിലനിൽക്കുന്ന ആഹാരം ദൈവത്തിൻ്റെ വചനവുമായിട്ടുള്ള
അഭേദ്യമായ ബന്ധമാണ്. അഭിഷേകത്തിൽ നിറഞ്ഞുള്ള ശുശ്രൂഷയാണ്. നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, സ്വർഗീയമായ നിത്യമായ അക്ഷയമായ ആഹാരത്തിനു വേണ്ടി നിലനിൽക്കുക. ദൈവപിതാവിൻ്റെ ആദ്യത്തെ മിഷനറിയായി നമ്മൾ തിരിച്ചറിയുന്നത് കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തുവിനെയാണ്. മിഷണറി എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. ദൈവപിതാവിൽ നിന്ന് അയക്കപ്പെട്ട ആദ്യത്തെ മിഷണറി എന്ന് കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തുവിനെ നമുക്കതുകൊണ്ട് വിളിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് അസാറി പറഞ്ഞത്, എവരി ക്രിസ്ത്യൻ ഈസ് എ വിറ്റ്നസ്. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ പെരുമാറ്റം, വാക്കുകൾ എല്ലാം ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിന് അനുകൂലമായിരിക്കണമെന്നാണ് അസാറി പറഞ്ഞു വെച്ചത്. വേദഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 34-ാമത്തെ വചനം പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ആഹാരം. രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്ന്, സ്വർഗത്തിലെ പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റുന്ന നല്ല സാക്ഷികളായി തീരുക. രണ്ടാമതായി, ദൈവപിതാവിൻ്റെ പ്രവൃത്തി ഭൂമിയിൽ നിർവഹിക്കുന്ന വിശ്വസ്തരും വിജ്ഞാനികളുമായ ശുശ്രൂഷകരായിരിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്നറിഞ്ഞ് ദൈവ ഇഷ്ടത്തോട് ചേർന്ന് ജീവിക്കാൻ, നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളായി പ്രവർത്തിക്കാൻ എനിക്ക് നിങ്ങൾക്കും ഈ ഭൂമിയിൽ സാധിക്കുമോ എന്നുള്ളതാണ് സുവിശേഷം മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. അനുഗ്രഹീതമായ ഈ കർത്തൃദിനം ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് അവലോകനം ചെയ്യാം. ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് ദൈവത്തിൻ്റെ പ്രവൃത്തി ഭൂമിയിൽ തികയ്ക്കുന്ന അനുഗ്രഹീത മാതൃകളായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും ഈ അനുഗ്രഹീത ചിന്തകൾ സഹായകരവും പ്രചോദനവുമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു കർത്തൃദിനവും പ്രശാന്തസുന്ദരമായ ഒരു നല്ല പ്രഭാതവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.